മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കേസിൽ വാദം പൂർത്തിയായിരുന്നു. രാഹുലിനെതിരെ തെളിവുകൾ ഹാജരാക്കി വാദിക്കാൻ സാധിച്ചതിൽ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. പരാതികൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നും സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമുണ്ടായ പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം രാഹുലിനെതിരെ തെളിവുകൾ നിരത്തിയായിരുന്നു ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം. ജാമ്യഹർജിയെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ ക്രൂരപീഡനമാണ് പരാതിക്കാരി നേരിട്ടതെന്നും കോടതിയെ ധരിപ്പിച്ചു. രാഹുൽ പ്രതിയായ സമാന സ്വഭാവമുള്ള മറ്റു 2 കേസുകളുടെ കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. വാദം പൂർത്തിയായ ജാമ്യഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജില്ലാ കോടതിയിൽ രാഹുൽ ജാമ്യഹർജി നൽകിയത്. നേരത്തെ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിലിലാണ്. ജനം, പത്തനംതിട്ട.